തമിഴ്നാടിനെ പോലെ കേരളത്തിനും കേസ് കൊടുത്തുകൂടെ? PM ശ്രീയുമായി ബന്ധപ്പെട്ട് സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് തടഞ്ഞതിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ പോയിക്കൂടെ? കുറച്ചു ദിവസമായി നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. കേസ് കൊടുത്തതുകൊണ്ട് കാര്യമില്ല. നമുക്ക് അതിലെ വാസ്തവമൊന്ന് കൃത്യമായി പരിശോധിക്കാം. അതായത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന ഗ്രാന്റുകളെ നമുക്ക് രണ്ടായി തിരിക്കാൻ കഴിയും. ഒന്ന്, ആർട്ടിക്കിൾ 275 അനുസരിച്ചിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റുകൾ. രണ്ട്, ആർട്ടിക്കിൾ 282 അനുസരിച്ചുള്ള ഡിസ്ക്രിഷണറി ഗ്രാന്റുകൾ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് നൽകപ്പെടുന്ന പണം ആർട്ടിക്കിൾ 282 പ്രകാരമുള്ള ഡിസ്ക്രിഷണറി ഗ്രാന്റിൽ നിന്നാണ്. ഭരണഘടന പ്രകാരം ഡിസ്ക്രിഷണറി ഗ്രാന്റിൽ നിന്ന് നൽകുന്ന പണത്തിന് 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരും വഹിക്കണം. ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 90-10 എന്ന അനുപാതത്തിലാണ്. ഇത് മാത്രമല്ല, ഡിസ്ക്രിഷണറി ഗ്രാന്റുകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ നിബന്ധനകൾ വെക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് ഭരണഘടന പ്രകാരം അവകാശമുണ്ട്. സമഗ്ര ശിക്ഷ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 282 പ്രകാരമുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത കണ്ടിരുന്നു. സമഗ്ര ശിക്ഷാ അഭിയാനുള്ള വിഹിതം കേന്ദ്രം തടഞ്ഞപ്പോൾ കോടതിയെ തമിഴ്നാട് സമീപിച്ച് ഫണ്ട് നേടിയെന്ന്. കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനാൽ തമിഴ്നാട്ടിൽ സ്വകാര്യ വിദ്യാലയങ്ങളിലെ 25% പ്രവേശനം നിർത്തിവെച്ചിരുന്നു. ഇതിനെതിരെയാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോയത്. RTE അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ചോദ്യം ചെയ്താണ് തമിഴ്നാടിന്റെ കേസ്. RTE എന്ന് പറയുന്നത് 8ാം ക്ലാസ് വരെയാണ്. SSA ആകട്ടെ ഹയർ സെക്കൻഡറി വരെയും. RTE ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, നമ്മുടെ ഓരോ വിദ്യാർത്ഥിക്കുമുള്ള അവകാശം. 8ാം ക്ലാസ് വരെയുള്ള സമഗ്ര ശിക്ഷാ അഭിയാന്റെ കേന്ദ്ര വിഹിതം റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ വരുമെന്നാണ് തമിഴ്നാട് വാദിക്കുന്നത്. RTEക്കും SSAക്കും വെവ്വേറെ ഫണ്ട് ഉള്ളതിനാൽ ഈ വാദം നിലനിൽക്കാൻ പ്രയാസമായിരിക്കും. ഇത് മാത്രമല്ല, ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ തമിഴ്നാടിന് അംഗീകരിക്കാൻ കഴിയാത്തത് ത്രിഭാഷാ പദ്ധതിയാണ്. കേരളം അതെന്നോ അംഗീകരിച്ചതാണ്. ത്രിഭാഷാ പദ്ധതി അംഗീകരിച്ചാൽ DMK പിന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത.